എങ്ങനെയുണ്ട്? എടാ ഇച്ചിരിയെങ്കിലും കരുണ കാണിക്കണം, കൈയെങ്കിലും അടിക്കണ, ബാണം ഉണ്ടാകണ്ട, നാളെ ഒന്നും. ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഐ വാണ്ട് ടു സേ സംതിങ് ഗൈസ്. അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ലൈഫിലുണ്ടല്ലോ മക്കളെ, ഈ സൈഡിൽ പറയാ, നമ്മളെ ലൈഫിൽ ഈ സൈഡും കേട്ടോ, നമ്മളെ ലൈഫിൽ ഒന്നും കൺസിസ്റ്റന്റ് അല്ല, മനസ്സിലായോ? ഇന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ആലോചിച്ച് നാളെ ഒരു സമയത്ത് ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കാന്നല്ലാതെ ഈ മൊമെന്റ് നിങ്ങൾക്ക് പിന്നെ കിട്ടുവോ? അപ്പം മച്ചു, ഞാനൊരു കാര്യം പറയട്ടെ. രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരു രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളെ ലൈഫിൽ ഇടപെടും എന്ന് കരുതി ആ രാഷ്ട്രീയം മറ്റൊരാളിനെ അടിച്ചേൽപ്പിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഒരാളെയും ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പം കാണുന്ന, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് എൻജോയ് ചെയ്യുക. തിരിച്ചങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത്രേ ഉള്ളൂ. സർട്ടിൽ പരിപാടികളെല്ലാം പടച്ചോന്റെ കയ്യില. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്നായിരുന്നു. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പ ഉള്ള പരിപാടികൾ. അപ്പം ഒന്ന് കൈയടിച്ച ഇതിനെങ്കിലും, ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഞാനുണ്ടെങ്കിൽ കൈയടി കൈ പൊങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇത്ര പ്രശ്നം? എന്താ കൈയടി? ഇത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ആസാൻ ആർട്ടിസ്റ്റ്, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വീർപ്പ് മുട്ടരുതല്ലോ, മനസ്സിലായ? എനിക്ക് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിനൊരു സുഖം വേണം. അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പം വിഷമം വരുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ എഴുതില്ല. പണ്ടാരം ഒത്തിരി ലിറിക്ക് എഴുതും. അതിനും ഭേദം ഞാനിങ്ങനെ കിടന്ന് അലരുന്നതിനും ഭേദം നിങ്ങളൊന്ന് കൈയടിക്കും. ഒന്ന് കൈയടിച്ചേ നോട്ടെ പിള്ളേരെ, കൈയടിയിടാ.